കേരളത്തിൽ ഗ്യാസ് കണക്ഷനുള്ള വീട്ടുടമകൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. അതായത് ഗ്യാസ് കണക്ഷനുള്ള ആളുകൾ അവരുടെ ഗ്യാസ് ബുക്കും ആധാർ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യൽ നിർബന്ധമാണോ എന്നുവരെയാണ് ഇതിന്റെ സമയമുള്ളത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പ്? ഗ്യാസ് ഏജൻസിയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന തിരക്കിന്റെ കാരണം എന്താണ്? ആരൊക്കെയാണ് ഗ്യാസ് ബുക്ക് ആധാർ കാർഡുമായി അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. 2019 കാലഘട്ടത്തിലൊക്കെ പാചകവാതക കണക്ഷനുള്ള ആളുകൾ ആധാർ കാർഡുമായി ബന്ധപ്പെടുത്തിയെങ്കിൽ മാത്രമാണ് സബ്സിഡി ലഭിക്കുകയുള്ളൂ എന്നും അതല്ല എങ്കിൽ സബ്സിഡി വേണ്ട എന്ന് ഫോം പ്രത്യേകമായി പൂരിപ്പിച്ച് നൽകണമെന്നൊക്കെ ഗ്യാസ് ഏജൻസിയിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി ആളുകൾ ആധാർ കാർഡുമായി ഗ്യാസ് ബുക്ക് ലിങ്ക് ചെയ്ത് KYC അപ്ഡേഷൻ പൂർത്തിയാക്കിയതാണ്. എന്നാൽ ഇപ്പോൾ എന്താണ് പെട്രോളിയം മന്ത്രാലയം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്? അപ്പോൾ ഈ സമയത്ത് ആരൊക്കെയാണ് KYC അതായത് ആധാർ കാർഡും നിങ്ങളുടെ ഗ്യാസ് ബുക്കും തമ്മിൽ ഏജൻസിയിലെത്തിയിട്ട് വിരൽ പതിച്ച് അപ്ഡേറ്റ് ചെയ്യൽ നിർബന്ധമെന്നുള്ളതാണ് വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. നിങ്ങളുടെ നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ വിട്ടുപോകരുത്. അതായത് ഗ്യാസ് ബുക്ക് ആധാറുമായി ബന്ധിപ്പിക്കണമെന്ന അറിയിപ്പ് ഇപ്പോൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. അവസാന ദിവസം എത്തിയതോടെ ഗ്യാസ് ഏജൻസികളിൽ വലിയ തിരക്കും അനുഭവപ്പെട്ടു. കഴിഞ്ഞ ദിവസം മുതൽ പ്രാദേശിക വാട്സപ്പ് ഗ്രൂപ്പുകളിലാണ് ഇതുമായി ബന്ധപ്പെട്ട് മെസ്സേജുകൾ കൂടുതലായി വന്നത്. ഇതോടെ ഗ്യാസ് ഏജൻസിയിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഗ്യാസ് ആരുടെ പേരിലാണോ അയാളാണ് ഏജൻസിയിൽ എത്തേണ്ടത്. ഗ്യാസ് കണക്ഷൻ ബുക്കും ആധാർ കാർഡും കൈവശം ഉണ്ടായിരിക്കണം. തുടർന്ന് കൈവിരൽ പതിപ്പിക്കണം. എന്നാൽ ഇത് എല്ലാവരും ചെയ്യേണ്ട സാഹചര്യമില്ല. എല്ലാ ഏജൻസികളും ഇത് ചെയ്യുന്നുമില്ല. പ്രത്യേകമായ നിർദ്ദേശം ലഭിച്ച ഏജൻസികൾ മാത്രമാണ് അവരുടെ ഉപഭോക്താക്കളിൽ നാളിതുവരെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യാത്ത ഉപഭോക്താക്കളോട് മാത്രമാണ് അവർ മെസ്സേജിലൂടെയും അതല്ലെങ്കിൽ ഫോണിലൂടെയും പ്രത്യേകമായ നിർദ്ദേശം നൽകി ആധാർ കാർഡുമായി എത്തി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. എന്നാൽ ഈ നടപടി തന്നെ മാർച്ച് മാസം 31 മുൻപായി പൂർത്തിയാക്കണമെന്നാണ് ചില മെസ്സേജുകളിൽ വന്നിരുന്ന വാർത്ത. അവസാന തീയതി ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഒരു ഉത്തരവോ അതല്ലെങ്കിൽ അത്തരത്തിലൊരു വാർത്തകളൊന്നും മുഖ്യധാര മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഒരു ഗ്യാസ് കണക്ഷനുള്ള ആളുകളാണ് എങ്കിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒന്ന്, നിങ്ങളുടെ ഏജൻസി ഇത് അപ്ഡേറ്റ് ചെയ്യൽ നടപടി ആരംഭിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അത് നിങ്ങളുടെ ഗ്യാസ് ബുക്കിലുള്ള നമ്പറിൽ ഏജൻസി നമ്പറിൽ വിളിച്ച് അന്വേഷിച്ചാൽ കൃത്യമായി അവർ പറഞ്ഞു തരും. രണ്ടാമതായി, നിങ്ങൾ ഗ്യാസ് വാങ്ങുന്ന ഏജൻസി നടപടി ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ പോലും നിങ്ങൾ ഇത് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത്. ഏതെങ്കിലും ഒരു പ്രാവശ്യം ആധാർ കാർഡുമായി നിങ്ങൾ ലിങ്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ രണ്ട് കാര്യവും നിങ്ങൾ ഗ്യാസ് ഏജൻസിയിൽ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചാൽ കൃത്യമായി അവർ പറഞ്ഞു നൽകും. അവിടെ നിന്ന് ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നിങ്ങൾ ഈ നടപടിയിലേക്ക് പോകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ തന്നെ ശ്രദ്ധിക്കേണ്ടത്, കണക്ഷൻ വിദേശത്തുള്ള ആളിന്റെ പേരിലാണ് എങ്കിൽ വീട്ടിലെ മറ്റ് അംഗങ്ങളുടെ പേരിലേക്ക് മാറ്റി ആധാറുമായി ബന്ധിപ്പിക്കണമെന്നാണ് പറയുന്നത്. ആരുടെ പേരിലേക്കാണോ നമ്മൾ മാറാൻ ഉദ്ദേശിക്കുന്നത്, അതല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ആളുകൾ തന്നെ KYC അപ്ഡേഷന് വേണ്ടി പോകുന്ന സമയത്ത് ബാങ്ക് പാസ്ബുക്ക്, റേഷൻ കാർഡ്, ആധാർ കാർഡ് ഇത്രയും രേഖകൾ കയ്യിൽ കരുതാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ഗ്യാസ് കണക്ഷനുള്ള ആളുകൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.